എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത മാൽദീവ് സീരീസിനെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണത്. മാൽദീവ് സീരീസ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മാൽദീവ്സിലേക്കുള്ള ഫ്ലൈറ്റ്, അതുപോലെ തന്നെ വിസ, അക്കോമഡേഷൻ, ഡേ ടൂർ എങ്ങനെ ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ഞങ്ങൾ പോയ യാത്രയിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. ആദ്യം തന്നെ എന്തുകൊണ്ട് മാൽദീവ്സ് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സാലറീഡ് ആയിട്ടുള്ളൊരു എംപ്ലോയിയാണ്. 5 ദിവസത്തെ ലീവാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 5 ദിവസം കൊണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. യാത്രയ്ക്ക് വേണ്ടി വന്ന സമയം മാക്സിമം കുറയ്ക്കാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൺസിഡറേഷൻ. കൊച്ചിയിൽ നിന്ന് മാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്കൂറാണ് സമയം എടുക്കുള്ളൂ. ഈ റൂട്ടിൽ ഇൻഡിഗോയും മാൽഡീവിയനും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റുകൾ നമുക്ക് ഇൻഡിഗോയുടെ അല്ലെങ്കിൽ മാൽഡീവിയൻ്റെയോ ഡയറക്റ്റ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സ്കൈ സ്കാനർ പോലെയുള്ള വെബ്സൈറ്റ്സിലോ ബുക്ക് ചെയ്യാൻ പറ്റും. കൊച്ചിയിൽ മാലിയിലേക്കും തിരിച്ചുള്ള റൗണ്ട് ട്രിപ്പ് എയർ ഫെയർ ഏകദേശം 15,000 തൊട്ട് 20,000 രൂപ വരെയാണ് വന്നത്. അടുത്തതായിട്ട് വിസയുടെ കാര്യങ്ങളാണ്. മാൽദീവ്സ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഒരു വിസ ഫ്രീ ഡെസ്റ്റിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ആദ്യം 30 ദിവസത്തെ വിസ ഓൺ അറൈവലാണ് മാൽദീവ്സ് തന്നത്. പിന്നീട് വിസ 60 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടിയുണ്ട്. വിസ ഓൺ അറൈവലിന് വേണ്ടി മാൽദീവ്സിൽ നിന്ന് റിട്ടേണുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷൻ്റെ പ്രൂഫും അതുപോലെ തന്നെ മാൽദീവ്സിലുള്ള ഓരോ ദിവസത്തേക്കും നമ്മൾ $100 വെച്ചുള്ള ഫണ്ടിൻ്റെ പ്രൂഫും കാണിക്കേണ്ടി വരും. ഇതൊക്കെ കൂടാതെ പാസ്പോർട്ടിന് മിനിമം 1 മാസത്തെയും കൂടി വാലിഡിറ്റിയും കൂടി വേണം കേട്ടോ. രാജ്യങ്ങളുടെ വിസ നിയമങ്ങൾ പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ആ സമയത്തുള്ള വിസ നിയമങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് മൊബൈൽ കണക്ടിവിറ്റിയുടെ കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും മാൽദീവ്സിൻ്റെ സിമ്മ് വാങ്ങിയിരുന്നില്ല. 2 കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾ സിമ്മ് വാങ്ങാണ്ടിരുന്നത്. ഒന്ന്, നമുക്ക് ഹോട്ടലിലും അതുപോലെ തന്നെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വൈഫൈ കണക്ഷൻ ഉണ്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ കുറേ ഡേ ടൂറുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡേ ടൂറിൻ്റെ ഭാഗമായിട്ട് പകൽ കടലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണക്ടിവിറ്റി ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നാട്ടിലെ സിമ്മിൻ്റെ ഇൻ്റർനാഷണൽ റോമിങ് ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. പിന്നെ ദിരാഗു എന്ന പേരുള്ള മൊബൈൽ ഓപ്പറേറ്ററാണ് ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളതെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അടുത്തതായിട്ട് മാൽദീവ്സിലെ കറൻസിനെ പറ്റിയാണ്. മാൽദീവിയൻ റുഫയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി എങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും $. കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫണ്ടെല്ലാം $. ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് തീർന്നത്. ഇവിടുത്തെ ഡേ ടൂറുകൾ ബുക്ക് ചെയ്തതും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതും എല്ലാത്തിനും ഞങ്ങൾ $. തന്നെയാണ് ക്യാഷ് കൊടുത്തത്. എന്തിന് ടാക്സിക്കാർ വരെ $. വാങ്ങും. മിക്ക ഹോട്ടലുകളുടെ മെനുവിലും മാൽദീവ്സ് റുഫയുടെ ഒപ്പം തന്നെ $. ഇക്വലൻ്റ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഡേ ടൂറുകൾ ബുക്ക് ചെയ്യണ കൗണ്ടേഴ്സിലെ കാര്യവും. നമുക്ക് ഒരു ബാലൻസ് നമ്മുടെ ആവശ്യമനുസരിച്ച് മാൽദീവിയൻ റുഫയിലോ അല്ലെങ്കിൽ ഡോളറിലോ തരും. അടുത്തതായിട്ട് ഹോട്ടൽ ബുക്കിംഗ് ആണ്. മാൽദീവ്സിലെ ഹോട്ടൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് വാട്ടർ വില്ലാസ് ആയിരിക്കും. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ മാലി സിറ്റിയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത വാട്ടർ വില്ലാസിന് പലതിനും 30,000 രൂപ തൊട്ടാണ് ഒരു രാത്രിയുടെ കോസ്റ്റ്. ഇതിൽ താഴെ കോസ്റ്റുള്ള പല വാട്ടർ വില്ലാസും മാലിയിൽ നിന്ന് കുറേ അധികം ദൂരത്തിലാണ് ഉള്ളത്. ഇങ്ങനെയുള്ള വാട്ടർ വില്ലാസിലേക്ക് എത്താനായിട്ട് നമ്മൾ സീപ്ലെയിൻ റെൻറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും കോസ്റ്റ് മുടക്കിക്കൊണ്ടുള്ളൊരു പ്രോഗ്രാം അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ വാട്ടർ വില്ല എന്നുള്ള മോഹം ഞങ്ങൾ ഉപേക്ഷിച്ചു.
പിന്നെയുള്ള ഓപ്ഷനെ പറ്റി തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മാഫുഷി ഐലൻഡിനെ പറ്റി അറിഞ്ഞത്. മാൽദീവ്സിലെ വാട്ടർ വില്ലാസ് റിസോർട്ടുകളിലെല്ലാം സാധാരണയായിട്ട് പ്രൈവറ്റ് ഐലൻഡുകളിലായിരിക്കും. മാഫുഷി എന്ന് പറയുന്നത് മാൽദീവിയൻ ജനതയും കൂടി താമസിക്കുന്ന ഒരു ഐലൻഡാണ്. കുറേയധികം അക്കോമഡേഷൻ ഓപ്ഷൻസ് ഉള്ളൊരു ഐലൻഡാണിത്. അഗോഡ, മേക്ക് മൈ ട്രിപ്പ്, booking.com പോലെയുള്ള ഓൺലൈൻ പോർട്ടലുകൾക്ക് വലിയ നെറ്റ്വർക്കും അതുപോലെ തന്നെ ടൈപ്പും ഉള്ള ഒരു രാജ്യമാണ് മാൽദീവ്സ്. ഒരു നൈറ്റിന് ഏകദേശം 2500 തൊട്ട് 10,000 ഇന്ത്യൻ രൂപ വരെ ചാർജ് ചെയ്യണ ഹോട്ടൽസാണ് ഈ ഐലൻഡിലുള്ളത്. ഇവിടെ ഹോം സ്റ്റേസ് മുതൽ പ്രീമിയം വാട്ടർ ഫ്രണ്ട് ഹോട്ടൽസും അവൈലബിൾ ആണ്. മെയിൻ ടൂറിസ്റ്റ് ഏരിയ എന്നൊരു 200-300 മീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല CV ഉള്ള ഹോട്ടൽസ് എല്ലാം നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഞങ്ങളുടെ അടുത്ത് ഈ CV റൂമിന് ഏകദേശം 13,000 രൂപയാണ് ഞങ്ങൾക്ക് 4 നൈറ്റിലേക്ക് വന്നത്. അടുത്തതായിട്ട് ഭക്ഷണത്തിനെ പറ്റിയാണ്. ധാരാളം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന ഒരു ലൊക്കേഷനാണ് മാൽദീവ്സ്. അതുകൊണ്ട് തന്നെ ധാരാളം ഇന്ത്യൻ ഫുഡ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേയധികം വിദേശികൾ ഇവിടെ വന്നതുകൊണ്ട് പല രാജ്യങ്ങളുടെ ഫുഡ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യണ കുറേയധികം റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യണത് ബീച്ചിൽ തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് മാൽദീവ്സിൻ്റെ അകത്തെ യാത്രാ സംവിധാനങ്ങളെ പറ്റിയാണ്. മാൽദീവ്സ് ഒരു ഐലൻഡ് രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ബോട്ടാണ് ഇവിടുത്തെ പ്രധാന യാത്രാമാർഗം. മാലി എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് എയർപോർട്ട് ജെട്ടിയാണ്. ഇവിടുത്തെ മിക്ക റിസോർട്ടുകളും വാട്ടർ വില്ലാസും പ്രൈവറ്റ് ഐലൻഡുകളിലാണ്. ഇങ്ങനെയുള്ള ഒരുവിധപ്പെട്ട റിസോർട്ടുകൾക്ക് എല്ലാവർക്കും സ്വന്തം ബോട്ടുകളുണ്ടാവും. ഈ റിസോർട്ടുകളെല്ലാവരും ഗസ്റ്റുകളെ സ്വന്തം ബോട്ടിലായിരിക്കും റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മിക്കവാറും എല്ലാ റിസോർട്ടുകൾക്കും ട്രാൻസ്പോർട്ടേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജസ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രൈവറ്റ് റിസോർട്ടുകളുടെ ബോട്ടുകളാണ് ഈ കാണുന്ന പലതും. പിന്നെ മാലിയിൽ നിന്ന് അധികം ദൂരമായിട്ടുള്ള റിസോർട്ടുകളിലേക്ക് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സീപ്ലെയിനുകളെയാണ്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാലി എയർപോർട്ടിൽ നിന്ന് പ്രൈവറ്റ് ബോട്ടുകളും വിളിക്കാം കേട്ടോ. നോർമൽ പാസഞ്ചർ ബോട്ട്സ് ഒന്നും ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഐലൻഡ്സിൽ കൂടിയല്ല സർവീസ് നടത്തുന്നത്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കണ മാഫുഷി ഐലൻഡിലേക്ക് മാലി സിറ്റിയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും പാസഞ്ചർ ബോട്ട് സർവീസുകളുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തേക്കണ ഹോട്ടലുകാരെ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ബോട്ട് ബുക്ക് ചെയ്തോളും. ഇത് മാലി സിറ്റിയിലും കൂടി കയറിപ്പോണ ഒരു സ്പീഡ് ബോട്ട് സർവീസാണ്. ഏകദേശം 2000 ഇന്ത്യൻ റുപ്പീസിൻ്റെ അടുത്താണ് ഒരാൾക്ക് വൺ സൈഡ് കോസ്റ്റ് വന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾ ഹോട്ടലിലെത്തിയതിന് ശേഷം ചെക്ക് ഇൻ ചെയ്യണ സമയത്താണ് കേട്ടോ കൊടുത്തത്. എയർപോർട്ടിൽ നിന്ന് റോഡ് കണക്ടിവിറ്റിയുള്ള മാലി സിറ്റിയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും നമുക്ക് ടാക്സി എടുക്കണതായിരിക്കും നല്ലത്. മാലി സിറ്റിയിൽ നിന്ന് എയർപോർട്ട് വരെ ഞങ്ങൾ ടാക്സി എടുത്തതിന് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയത് $5, അതായത് ഏകദേശം 400 ഇന്ത്യൻ രൂപ. അടുത്തതായിട്ട് മാൽദീവ്സിലെ ലോക്കൽ ടൂറുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടിലാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസും ഡേ ടൂറുകളെല്ലാം ആ റിസോർട്ടുകാർ ത്രൂ തന്നെ ചെയ്യണതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത മാഫുഷി ഐലൻഡിൽ കുറേയധികം ടൂറുകളുടെ ഓപ്ഷൻ ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. മാഫുഷി ഐലൻഡിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂറുകളും ആക്ടിവിറ്റീസും ഒന്നും നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യാണ്ട് പോണതായിരിക്കും നല്ലത്.
ഇവിടെ മെയിൻ ടൂറിസ്റ്റ് ഏരിയനോട് ചേർന്ന് ഒരുവിധപ്പെട്ട എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കിയോസ്കുകളും നമുക്ക് കാണാൻ പറ്റും. രാത്രി ഏകദേശം 9-9:30 വരെ കിയോസ്ക് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മാഫുഷി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ ഓപ്ഷൻസും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ദിവസത്തേക്കുള്ള ടൂർ ബുക്ക് ചെയ്താൽ മതിയാവും. മിക്കവാറും എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്തും ഏകദേശം 2000 തൊട്ട് 10,000 രൂപ വരെ കോസ്റ്റ് വരുന്ന ഡേ ടൂർസ് അവൈലബിൾ ആണ് കേട്ടോ. മൂന്നാലഞ്ച് പേരുള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റേറ്റ് കുറയ്ക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. മിക്കവാറും എല്ലാ ഡേ ടൂറുകളിലും ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ടൂറുകൾ ബുക്ക് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം നീന്താൻ അറിയാമെന്നുള്ള കാര്യങ്ങൾ അവരായിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവരുടെ ചില ടൂറുകൾ അത്യാവശ്യം നന്നായിട്ട് നീന്താൻ അറിയാവുന്നവർക്ക് മാത്രമായിട്ടുള്ളതാണ്. മാൽദീവ്സിൽ മദ്യം കിട്ടുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇനി. മാൽദീവ്സ് ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് എങ്ങും മദ്യം കിട്ടില്ല. പ്രൈവറ്റ് റിസോർട്ടുകളിൽ എല്ലാത്തിലും ടൂറിസ്റ്റുകൾക്ക് മദ്യം കിട്ടും. ഞങ്ങൾ നിന്ന മാഫുഷി ഐലൻഡിൽ മാൽദീവിയൻസും ഉള്ളതും കൊണ്ട് ഐലൻഡിൻ്റെ അകത്ത് മദ്യം കിട്ടില്ല. ഈ ഐലൻഡിനോട് ചേർന്ന ഒരു ഫ്ലോട്ടിംഗ് ബാർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് മദ്യം കഴിക്കാം. നമുക്ക് ഫ്ലോട്ടിംഗ് ബാറിൽ നിന്ന് മദ്യവും വാങ്ങി തിരിച്ച് ഐലൻഡിലേക്ക് വരാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. ഈ ഫ്ലോട്ടിംഗ് ബാറിലേക്ക് മാഫുഷി ജെട്ടിയിൽ നിന്ന് ഒരു ഫ്രീ ബോട്ട് സർവീസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബാറിൽ മിക്കതും പ്രീമിയം ബ്രാൻഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുമാണ്. മാലി എയർപോർട്ടിനോട് ചേർന്ന് ഹുൽഹുലെ ഐലൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലും ടൂറിസ്റ്റുകൾക്ക് മദ്യം കിട്ടും. എയർപോർട്ടിൻ്റെ പിക്കപ്പ് ഏരിയനോട് ചേർന്ന് ഈ ഹോട്ടലുകാരുടെ ഒരു ബസ് ഫ്രീ ഷട്ടിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 10-15 മിനിറ്റ് ഇൻ്റർവെല്ലിൽ ഈ ബസ് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. മാൽദീവ്സ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ഇനി നോക്കാം. കേരളത്തിനോട് വളരെ അടുത്ത് തന്നെയായിട്ടാണ് മാൽദീവ്സ് സ്ഥിതി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏകദേശ കാലാവസ്ഥ തന്നെയാണ് മാൽദീവ്സിലും. ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് മാൽദീവ്സിലെ മെയിൻ ടൂറിസ്റ്റ് സീസൺ. ഇത് പൊതുവെ മഴയൊന്നും ഇല്ലാണ്ടുള്ള ഡ്രൈ സീസണാണ്. സ്കൂബ ഡൈവിങ് സ്നോർക്കലിംഗ് ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഡ്രൈ സീസണിൽ പോണതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സമയത്ത് വിസിബിലിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം. മെയ് തൊട്ട് ഓഗസ്റ്റ് അവസാനം വരെ മാൽദീവ്സിൽ മഴക്കാലമാണ്. നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് മാൽദീവ്സിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് മെയ് തൊട്ട് നവംബർ വരെയുള്ള മാസങ്ങളിലാണ് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളതാണ്. ഞങ്ങൾ 4 പേരുടെ ഗ്രൂപ്പാണ് ഈ ട്രിപ്പിന് ഉണ്ടായിരുന്നത്. എല്ലാ ചിലവുകളും ഉൾപ്പെടെ ഞങ്ങൾ ഒരാൾക്ക് 45,000 രൂപയാണ് ചിലവ് വന്നത്. ഇതിൽ ഞങ്ങളുടെ 2 ദിവസത്തെ സ്നോർക്കലിംഗ് ട്രിപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്കൂബ ഡൈവിംഗ് സെഷൻ്റെയും കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ മാൽദീവ്സ്. അതിൽ നിങ്ങൾക്ക് വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ മാഫുഷി ഐലൻഡ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള മോശം അനുഭവവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ മാൽദീവ് സീരീസിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അറിയാനാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം.